അപ്പം ഇന്ന് നമ്മൾ എക്സ്റ്റേണലായിട്ട് വേറൊരു കോളേജിലേക്ക് പേപ്പർ കറക്ഷന് പോവാട്ടോ. നമ്മുടെ കോളേജിൽ ഒരു 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ടാവും കേട്ടോ ഈ കോളേജിലേക്ക്. പേപ്പർ കറക്ഷന് വേണ്ടിയിട്ട് എക്സ്റ്റേണലായിട്ട് വേറെ കോളേജിലേക്ക് പോണത് ആദ്യമായിട്ടൊന്നുമല്ല കേട്ടോ. ഇതൊരു 3ാമത്തെ വട്ടം പോണതോ അതേ കോളേജിലേക്ക് തന്നെ. 10 മണിക്കായിട്ടാ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാന്ന് വെച്ചിട്ട് ഒരു ഹോട്ടലിൽ കയറിയതാട്ടാ. ഇതത്ര വലിയ ഹോട്ടലൊന്നുമല്ല, കോളേജിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ചെറിയ ഹോട്ടലാട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് ദോശ പിന്നെ ഒരു ഓംലേറ്റ് ആണ് കഴിച്ചേട്ടാ. ഇവിടെയുള്ള ആൾക്കാരെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് എപ്പോഴും ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി ഇത് തന്നെ മാറി മാറി കഴിക്കും. ചില സമയത്ത് വടയും കഴിക്കും. അതാട്ടെ ഇവിടുത്തെ ഒരു ഡെയിലി റൊട്ടീൻ. ഈ കോളേജിൻ്റെ ആംബിയൻസ് ഒക്കെ നല്ല അടിപൊളിയാട്ടാ. പിന്നെ എക്സ്റ്റേണൽ ആയതുകൊണ്ട് അവർ നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്യുക നമ്മളെ. 2 സെഷനായിട്ടാട്ടാ പേപ്പർ കറക്റ്റ് ചെയ്യുന്നത്. രാവിലെ ഒരു 30 പേപ്പർ തരും, പിന്നെ ആഫ്റ്റർനൂൺ 30 പേപ്പർ തരും. ഒരു ദിവസം ഒരു എക്സ്റ്റേണൽ 60 പേപ്പറാട്ടാ കറക്റ്റ് ചെയ്യേണ്ടത്. കറക്റ്റ് ചെയ്ത് മാർക്ക് എൻ്റർ ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴായിട്ട് ഒരു കാര്യം പറയാൻ വിട്ടുപോയത്. ഇന്നൊരു പേപ്പർ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ലാസ്റ്റ് എൻഡിങ്ങിൽ ഒരു പയ്യൻ പ്ലീസ് ഹെൽപ്പ് മീ എന്ന് എഴുതിയിട്ട് സ്മൈലി ചിഹ്നം വരച്ച് വെച്ചേക്കുന്നു. ആ സ്മൈലിയുടെ തൊട്ടടുത്ത് തന്നെ 28 എഴുതി വെച്ചേക്കുന്നത്. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഇഷ്ടമുള്ള നമ്പർ അങ്ങനായിരിക്കും 28. പിന്നെ ഞാൻ അവിടെ നമുക്ക് പേപ്പറൊക്കെ എടുത്തിരുന്ന ഒരു ചേച്ചി ഉണ്ടായിരിക്കും. ആ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചതാ ഇവനെ പറ്റി. അപ്പോഴാണ് പറഞ്ഞ അവന് 28 സപ്ലി ഉണ്ടെന്ന്. ഇതും കേട്ട് എനിക്ക് ചിരിയായിട്ടാണ് വന്നത്. നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും പേപ്പറിൽ കാണിച്ചു വെച്ചിട്ടുണ്ടെങ്കിലേ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അവിടെ നിന്ന് പോണ വഴിയിലുണ്ടല്ലോ ഒരു ചേട്ടൻ പൈനാപ്പിൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. നല്ല മധുരമുള്ള പൈനാപ്പിൾ ആയിരുന്നു കേട്ടോ. ഈ ഒരു ക്രീം ബണ്ണ് കണ്ടാ നിങ്ങള്? ഇതിന്റെ ഷേപ്പ് കണ്ടില്ലേ? ഒരു വെറൈറ്റി ഷേപ്പ് ആയിട്ടുണ്ടല്ലേ. ഇതുപോലുള്ള ഷേപ്പൊക്കെ പിള്ളേരെ ആകർഷിക്കാൻ വേണ്ടി നല്ലതാണല്ലേ. അവിടെ നിന്ന് പിന്നെ ഞാനൊരു ഐസ്ക്രീം മേടിച്ച് ഇറങ്ങിട്ടാ. അവിടെ നിന്ന് മാങ്ങയും മേടിച്ചിട്ടാട്ടാ നമ്മൾ ഇറങ്ങിയത്. അപ്പം എങ്ങനെയാ, തെറിക്കല്ലേ?